Good morning to all. Welcome. ഇന്നലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഏഷ്യ കപ്പ് ഫൈനൽ ക്രിക്കറ്റിൽ ഇന്ത്യ ജേതാക്കളായിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ. പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ 11 ഓവറിൽ 100 കടന്നതാണ്. പക്ഷേ ഒരു 46 റണ്ണെടുക്കും മുമ്പ് അടുത്ത 9 വിക്കറ്റ് നഷ്ടപ്പെട്ടു. 146 റണ്ണിൽ ഓൾ ഔട്ടായി. ഇന്ത്യ 19.4 ഓവറിൽ 150 റണ്ണടിച്ച് വിജയിച്ചു. പാകിസ്ഥാനും തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം ഫസ്റ്റ് വിക്കറ്റ് വീഴുന്നത് അവർക്ക് 100 റണ്ണുകൾ കഴിഞ്ഞിട്ട്. അത് പിച്ചിൻ്റെ സ്വഭാവം ആകെ മാറി. ഇന്ത്യ ബാറ്റ് ചെയ്യാൻ വന്നു. അതേപോലെ തന്നെ അഭിഷേക് പെട്ടെന്ന് ഔട്ടായി. ഓപ്പണറാണ്. ഗില്ല് മൂന്നാമതാണ്. സൂര്യകുമാർ വന്നു, പെട്ടെന്ന് ഔട്ടായി. ഗില്ലും ഔട്ടായി. 20 റണ്ണിൽ 3 വിക്കറ്റ് പോയി ഇന്ത്യയുടെ. പിന്നെ നമ്മുടെ നാലാമത്തെ ബാറ്റ്സ്മാനായിട്ട് സഞ്ജു ഇറങ്ങി. ഒരു നല്ലൊരു പാർട്ട്ണർഷിപ്പ് തിലക് വർമ്മയായിട്ട് നടത്തി. 57 റണ്ണ് പാർട്ട്ണർഷിപ്പ് നടത്തി. സഞ്ജു ഒരു 21 ബോളിൽ നിന്ന് 2 4ഉം 1 6ഉം. കുറച്ച് റണ്ണ് ഉള്ളൂ കേട്ടോ. എന്നാലും അതിമനോഹരമായ കൂട്ടുകെട്ടുണ്ടാക്കി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 2020 എല്ലാ ബോളും 6 അടിക്കാൻ പറ്റില്ല, എല്ലാ ബോളും 4 അടിക്കാൻ പറ്റില്ല. സിംഗിളും കൂടി അടിച്ച് കളിക്കാവുന്ന ഒരു കളിക്കാരൻ കൂടി വേണം. അത് നല്ല രീതിയിൽ സഞ്ജു കാണിച്ചു കൊടുത്തു. ഒരു നല്ലൊരു കൂട്ടുകെട്ടുണ്ടാക്കി. തിലക് വർമ്മയാവട്ടെ അതിമനോഹരമായ ഇന്നിങ്സ് കാഴ്ചവെച്ചു. 53 ബോളിൽ നിന്ന് 69 റണ്ണടിച്ച് ആൾ തകർത്തു. പിന്നെ സഞ്ജു 77 റണ്ണിൽ ഔട്ടായിപ്പോയി. 77ാമത്തെ റണ്ണിൽ പുറകെ വന്നത് നമ്മുടെ ശിവം ദുബെ. അതിമനോഹരമായിട്ട് ആളും കളിച്ചു കേട്ടോ. 33 റണ്ണടിച്ചു. 2 6ഉം 2 4ഉം. അങ്ങനെ ഇന്ത്യ ജേതാക്കളായി. പിച്ചിൻ്റെ സ്വഭാവം ആകെ മാറിപ്പോയി. എന്നുവെച്ചാൽ വളരെ സ്ലോ ആണ് ബോൾ വരുന്നത്. അതുപോലെ തന്നെ ബൗൺസ് കൂടുതലും, ബോൾ സ്ലോവും. അങ്ങനെ ഒരാൾക്കും അത് തീരുമാനിക്കാൻ പറ്റുന്നില്ല എങ്ങനെ ബാറ്റ് ചെയ്യണം, എങ്ങനെ പറ്റും. ആ ഘട്ടത്തിൽ തിലക് വർമ്മ പൊളിച്ചു. ആള് ഇന്ത്യനെ ജേതാക്കളാക്കി എന്ന് പറയാം. 69